ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നതാ ഉണ്ണിക്കിപ്പം 7 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഉണ്ണീൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് പ്രസവ കൂട്ടിലാണ്. ഉണ്ണീനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്, അവളെ വീട്ടിലേക്ക്. അപ്പം ഇപ്പം എല്ലാ സ്ഥലത്തും ഈ വളകാപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളും ഇന്നിവിടെ വളകാപ്പ് നടത്താനുള്ള ഒരു പരിപാടിയാണ് അല്ലേ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണി വരെ നമ്മളിരുന്നിട്ട് സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ. അപ്പം ഉണ്ണീൻ്റെ വീട്ടിൽ നിന്നുള്ളവർ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എത്തും. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചെറിയ ചടങ്ങ്, വലിയ ഗംഭീരമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു പരിപാടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എണീക്കുകയൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കുന്നതാണ് അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതാ സെറ്റായി ഇവിടെ നിൽക്കുന്നതാണ്. ഇത് അതേ സമയത്ത് തന്നെ ഉണ്ണീൻ്റെ വീട്ടിലുള്ളവർ അതാ ഇർട്ടികയിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ അകത്തേക്ക് കയറി ഇനിയിപ്പോൾ നേരെ ഇതാ ചായയും കാര്യങ്ങളൊക്കെ വന്നോടും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് അങ്ങനെ നമ്മളെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ട് പതിവാണ്. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറുന്നതാണ്. ഇനിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതും കൊടുത്താ കടിച്ചിട്ട് ഒരു കഷ്ണം വെച്ചാൽ മതി. ചാമ്പിക്കോ ഉണ്ണിയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിരം തന്നെ എല്ലാരും ഓർഡർ കൊടുക്കുമ്പോൾ ഇത് കൊടുത്തോ. നെയ്യപ്പം ഉണ്ടല്ലേ, അത് ആരും കൊടുത്തിട്ടില്ല. കയ്യിലിടാൻ സുഖമായില്ലേ എന്നെല്ലാം കൊണ്ടേ അങ്ങനെയൊക്കെ അങ്ങനെ പിടിച്ചായി നോക്കി വെച്ചത്. ഇതൊക്കെ തന്നു. ഇതെല്ലാരും കൈയടക്കി
കേക്ക് ഉണ്ട്, കേക്ക് ഒന്നുമില്ല. ആരും തരാത്തൊരു സാധനം. ആരും കൊടുക്കാത്ത ഇതാ. വള ഞാൻ ഇട്ടിരുന്നോ? ആ, ഇടണം, ഇടണം. എന്റെ വലത്തെ കയ്യിൽ രണ്ട് വളയോ ഒരു ബാക്കി നീ മേക്കപ്പ് ചെയ്ത് കേട്ടോ. പിടിച്ചോ? കുളിച്ചില്ല. അയ്യോ പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാം പാക്കറ്റ് ആയിട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തെങ്കിലും മൊഴിയോ? അങ്ങനെ കുറച്ച് നേരത്തെ നമ്മളെ സീറ്റ് കൊടുക്കലും വളയിട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞ അവിടെ തന്നെ ഇതാ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഫുഡും കൂടെ കഴിച്ചിട്ട് ഉണ്ണിക്കൊക്കെ ഇറങ്ങണം. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടി നോക്കുന്നതാണ്. അതേ സമയത്ത് അവർ ഉണ്ണീൻ്റെ ഫാമിലി വന്നവരൊക്കെ അപ്പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളും കൂടെ ആ ടൈമിന് കഴിക്കുന്നതാണ്. മൂന്നാല് വെച്ചാൽ മതി. ആ വെച്ചാൽ മതി. സാരി നോക്കണം. ഇതാ ഇപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇതാ എൻ്റെ ഏച്ചി ഉണ്ണീനെയും കൂട്ടിയിട്ട് ഇറങ്ങുന്നതാണ്. ഇനിയിപ്പോൾ നേരെ വണ്ടിയിലേക്ക് പോകുന്നതാണ്. അതേ സമയത്ത് തന്നെ പുറത്ത് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. ഇതാ അങ്ങനെ അവർ രണ്ടുപേരും മുന്നിൽ പോകുന്നതാണ്. എത്രയായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണീൻ്റെ വീട്ടിൽ പോകുന്ന പോലെയല്ല. ഇപ്പോൾ പോയി കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസത്തേക്കൊന്നും വരുത്തുണ്ടാവില്ലല്ലോ. അത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം എനിക്കും ഉണ്ട്. ഇതാ അങ്ങനെ അവരവിടെ വണ്ടീൻ്റെ അടുത്തെത്തി. ഇനി ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ ഇവിടെ അതാണ് സവിത കൊട നോക്കി. പോ
ചോറ് ഉണ്ണീൻ്റെ അടുത്ത് വെക്കാൻ ഒന്നും വേണ്ട, ഇവിടെ വെക്കാം. ഒരു കവറും കൊണ്ടാച്ചാ ഇവിടെ വെക്കാം. ഇവിടെ പോകുന്നതിന്റെ ഹാപ്പിയാണ്. ആ വെക്കാം. അറിയാവോ ഹാപ്പിയല്ലോ. എന്നാ വരുവാ. ശരി. ഇനി രണ്ടാളല്ലേ ഉള്ളൂ. ഉണ്ണി പോയി പോയി ഉണ്ണി പോയി ഗൈസ്, ഉണ്ണി പോയി. കുഞ്ഞുവാവിയായിട്ട് വരാൻ ഉണ്ണി പോയി ഗൈസ്.